സാർ നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ മുഖ്യമന്ത്രി തർക്കത്തെ തുടർന്ന് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമായിരിക്കുന്നു എന്ന് വേണം പറയാൻ. നാടൻ ഭാഷയിലൊരു ചൊല്ലുണ്ട്, നട്ട് നനച്ച് വളർത്തിയവൻ വിളവെടുക്കുന്ന സമയത്ത് അവനെ മാറ്റി മറ്റൊരാൾ വിളവെടുത്തുകൊണ്ട് പോകും. ചെങ്ങമ്പുഴയുടെ വാഴക്കുലയെല്ലാം ഇതിന് ഉദാഹരണം തന്നെയാണ്. കൃഷിക്ക് വളം മേടിക്കാൻ, അത് നെല്ലിനിടാൻ വളം മേടിക്കാൻ കാശ് കൊടുത്തവൻ വിളവെടുക്കുമ്പോൾ അത് കൊണ്ടുപോകുന്നു, നട്ടു നനച്ച് വളർത്തിയ കർഷകൻ നോക്കി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ഈ ഒരു രാഷ്ട്രീയ മര്യാദയില്ലായ്മ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി തർക്കം പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കും. UDF എന്ന സംവിധാനത്തെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് പരിരക്ഷിച്ച് ശിഥിലമായ കോൺഗ്രസിനെയും UDFനെയും കൂടെ നിർത്തി അശ്രാന്ത പരിശ്രമത്തിലൂടെ പിണറായി വിരുദ്ധ വികാരവും ഭരണവിരുദ്ധ വികാരവും നിലനിന്ന സാഹചര്യം തന്നെയാണ്. എന്നിട്ടും കൃത്യമായി ഹോംവർക്കുകളിലൂടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് കൃത്യമായ രീതിയിൽ പ്രാവർത്തികമാക്കി UDFനെ 102 സീറ്റുകളോടുകൂടി അധികാരത്തിലേക്ക് കൊണ്ടുവന്ന പ്രതിപക്ഷ നേതാവായ VD സതീശനെ തഴഞ്ഞുകൊണ്ട് മത്സരരംഗത്ത് ഇല്ലാതിരുന്ന KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുമ്പോൾ രാഷ്ട്രീയ സദാചാര മര്യാദകളെല്ലാം ബലികഴിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊരു കാര്യമാണ്. ഇത് കേന്ദ്രത്തിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഇരിക്കുന്ന ഒരു വിഭാഗം കമാൻഡർമാർക്ക് കൃത്യമായ സന്ദേശമാണ് ഇതിലൂടെ വേണുഗോപാൽ നൽകിയിരിക്കുന്നത്. ഇനി ഒരിക്കലും കേന്ദ്രത്തിൽ, അതായത് ഏതാണ്ട് 60 വർഷത്തിൽ അധികം സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഒരു കാരണവശാലും ഇനി ഒരിക്കലും കേന്ദ്രം ഭരിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് KC വേണുഗോപാൽ ഇതിലൂടെ നൽകാൻ ശ്രമിക്കുന്നത് രാഹുൽ ഗാന്ധിക്കും പരിവാരങ്ങൾക്കും. കാരണം ഇനി കോൺഗ്രസിന് BJPയോട് ഏറ്റുമുട്ടി കേന്ദ്രത്തിൽ ഭരണം പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ശിഷ്ടകാലം തനിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ ഒരു പരമോന്നത പദവിയിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ കിട്ടിയിരിക്കുന്ന ഈ ഭരണം തട്ടിപ്പറിച്ചെടുത്ത് അതിൻ്റെ തലപ്പത്തിരിക്കെ നിർവാഹമുള്ളൂ. കോൺഗ്രസിൻ്റെ അന്ത്യം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു. കേന്ദ്രത്തിൽ ഒരു കാരണവശാലും ഇനി ഭരണം കിട്ടില്ല. ഈ സൂചന നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വേണുഗോപാൽ വന്നിരിക്കുന്നത്. ഇത് കേന്ദ്ര നേതാക്കൾക്ക് കോൺഗ്രസിൻ്റെ ഒരു സൂചനയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നുന്നത്. എന്താണ് സാറിന് ഇതിൽ പറയാനുള്ളത്? അതായത് വളരെ കൃത്യമായ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ നമ്മളെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആരാണ്? KC വേണുഗോപാൽ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അഖിലേന്ത്യാ സെക്രട്ടറിയായ KC വേണുഗോപാലിന് മറ്റു സ്റ്റേറ്റുകളുടെ സ്ഥിതിയൊക്കെ ദിവസേന എന്നോണം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്റ്റേറ്റിലും കോൺഗ്രസിന് വിജയിക്കാനുള്ള സാധ്യതയില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരിക്കും. ഒരു കാരണവശാലും ഡൽഹിയിൽ, അതായത് ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടില്ല, രാജ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടില്ല. അങ്ങനെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി അവർക്ക് സ്വന്തമായി നിൽക്കാൻ കേൾപ്പുമേലുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനാരാണ് കാരണക്കാരൻ? KC വേണുഗോപാലിനെ പോലുള്ള ആളുകളാണ് അതിന് കാരണക്കാര്. അവിടെ മധ്യപ്രദേശും രാജസ്ഥാനും പഞ്ചാബും ഒക്കെ കോൺഗ്രസിന്റെ വലിയ ശക്തിയുള്ള സ്ഥലങ്ങളായിരുന്നു, ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പോഴവിടെ അങ്ങനെയുണ്ടോ? വടക്കേ ഇന്ത്യയിൽ പൂർണ്ണമായി തകർന്നു. പിന്നെ ഉണ്ടായിരുന്ന ആസാമിനെ പോലുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായി തകർന്നു. തെക്ക് ഈ ഭാഗത്താണെങ്കിൽ, പടിഞ്ഞാറ് ഭാഗത്താണ് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിലുണ്ടായിരുന്നു, അവിടെയും തകർന്നു കഴിഞ്ഞു. പിന്നെയുള്ളത് എവിടെയാണ്? പിന്നെ തെക്കേ ഇന്ത്യയിലും തകർന്നു കൊണ്ടിരിക്കുകയാണ്. ആകപ്പാടെ തെലങ്കാനയും കർണാടകയിലും മാത്രമാണുള്ളത്. അതും നിലനിൽക്കുമോ എന്ന് കൃത്യമായി അറിയില്ല. ഈ സന്ദർഭത്തിൽ ഇന്ത്യയിൽ എവിടെയും ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയിട്ടാവാം അദ്ദേഹം കേരളത്തിൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം ഇവിടെ മുഖ്യമന്ത്രിയായി വരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനത്തെ ഒരു പണി ഒപ്പിക്കില്ല. ഇവിടെ ഒരു കലാപം ഉണ്ടാക്കുകയാണ്. മറ്റു സ്റ്റേറ്റുകളിലെല്ലാം കലാപം ഉണ്ടാക്കിയ പോലെ രാജസ്ഥാനിലും അതേപോലെ മധ്യപ്രദേശിലും സച്ചിൻ പൈലറ്റിനെയും അതേപോലെ ജ്യോതിരാജ് സിന്ധ്യയൊക്കെ മുന്നിൽ നിർത്തി ഇലക്ഷൻ ജയിച്ച ശേഷം അവരെ മാറ്റി അവർക്ക് യാതൊരു തരത്തിലും പരിഗണന കൊടുക്കാതെ ഗെഹ്ലോട്ടിനെയും പോലുള്ള ആളുകൾക്ക് അവസരം കൊടുത്തു, കമൽനാഥിനെ പോലുള്ള ആളുകൾക്ക് അവസരം കൊടുത്തപ്പോൾ അവിടെ പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി ഇപ്പൊ അവിടെ ഒരിക്കലും ജയിക്കില്ല എന്നുള്ള അവസ്ഥയിൽ പോയിരിക്കുകയാണ്. അപ്പൊ ഇതിനൊക്കെ കാരണക്കാരനായ, അവിടെയൊക്കെ കോൺഗ്രസ് നശിപ്പിച്ച ആളായ നമ്മുടെ ഈ KC വേണുഗോപാൽ ഇപ്പോൾ നടന്ന 5 സ്റ്റേറ്റിലുള്ള ഇലക്ഷൻ നോക്കി നോക്കട്ടെ, എവിടെയാണുള്ളത്? തമിഴ്നാട്ടിൽ 10-20 സീറ്റ് ഉണ്ടായിരുന്നു, അത് പോയി. ആസാമിൽ 50 സീറ്റ് ഉണ്ടായിരുന്നു, അതിപ്പോൾ 20 സീറ്റായി കുറഞ്ഞു.
എന്തിന് പുതുച്ചേരിയിൽ സ്വന്തമായി നിലനിൽപ്പുണ്ടാക്കാവുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ DMK കൂടിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് സീറ്റ് ജയിക്കാമായിരുന്നു. അവിടെയും പോയി. പിന്നെ എവിടെയാണുള്ളത്? അപ്പൊ എവിടെയും ഇല്ല. ബംഗാളിലാണെങ്കിൽ ആകെ 2 സീറ്റാണ്. നാണക്കേട് എന്നല്ല എന്താ പറയേണ്ടത്. BJP 193 സീറ്റിലേക്ക് കുതിച്ചപ്പോൾ 80 സീറ്റോട് കൂടി TMC നിൽക്കുമ്പോൾ ഒരു 50 സീറ്റെങ്കിലും ഇവർക്ക് വേണ്ടേ? അങ്ങനെയും വിജയിപ്പിച്ചു കൊടുക്കാൻ കഴിവില്ലാത്ത KC വേണുഗോപാൽ മനസ്സിലായി നാഷണൽ ലെവലിൽ കോൺഗ്രസിന് ഇല്ല. അങ്ങനെയുള്ള സന്ദർഭത്തിൽ തൻ്റെ ഒരു അന്ത്യ ആഗ്രഹമാണ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് വളഞ്ഞ വഴി കൂടെ കേരളത്തിൽ വേലി തന്നെ വിളവ് തിന്നുന്ന മാതിരി കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇറങ്ങി. ഇവിടെ നേരത്തെ അദ്ദേഹം ഇറങ്ങി വന്നിരിക്കുന്നത്, അദ്ദേഹം നേരത്തെ പറഞ്ഞ എന്താ, ഞാനിവിടെ കലാപത്തിനില്ല കോൺഗ്രസ്സില്, ഞാനിവിടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനില്ല എന്ന് നേരത്തെ ഏഷ്യാനെറ്റിലെ ഇന്റർവ്യൂ വിജോണിനോട് പറഞ്ഞിട്ടുള്ളതാണ്. പലരോടും ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്തിന്? കഴിഞ്ഞ തവണ ഇവിടെ MP മാർക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് K സുധാകരനെ വെട്ടിമാറ്റിയതാണ്. അതേപോലെ UDF കൺവീനറായ അടൂർ പ്രകാശിനെ വെട്ടിമാറ്റിയതാണ്. അവർക്ക് സ്ഥാനം കൊടുത്തില്ല MP മാരായിട്ട്. ഇപ്പോൾ എങ്ങനെയാണ് പിന്നീട് അദ്ദേഹം MP ആയി അദ്ദേഹം വീണ്ടും ഇങ്ങനെ ഒരു സ്ഥാനത്തിൽ വന്നിരിക്കുന്നത്? അദ്ദേഹം ഒരു ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല. കേരളത്തെ നയിച്ചിട്ടുള്ള VD സതീശൻ അല്ലെങ്കിൽ മുമ്പ് നയിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല, ഇവർ രണ്ടുപേരുണ്ടല്ലോ. ഇവര് ശക്തരായി പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളാണ്. എല്ലാ ബന്ധങ്ങളും ഉണ്ട്, അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. കേരളത്തിലെ UDFനെ നയിച്ച് തുടർന്ന് എല്ലാ കാലത്തും നിലനിർത്താൻ പറ്റുന്ന രൂപത്തിൽ കഴിവുള്ള ആളുകളാണ്. അപ്പൊ അവരുള്ളപ്പോൾ ഞാൻ വരുന്നത് ശരിയല്ല എന്ന് സ്വന്തം MLA മാരോട് ഒരു വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ കേരളത്തിൽ. അതോടുകൂടി ടീം UDF എന്ന് പറഞ്ഞ് വിജയിച്ച് വലിയ ഭൂരിപക്ഷത്തോടെ എത്തിയ UDFനെ രക്ഷിക്കാൻ കഴിയില്ലേ? പക്ഷെ അദ്ദേഹം തന്നെ കേരളത്തിലെ UDFനെ അന്തകനായി മാറി നശിപ്പിക്കുകയാണ്. ഈ മുസ്ലിം ലീഗിന് ഉള്ള ഒരു കഴിവ് പോലും, മുസ്ലിം ലീഗിന് ചിന്തിക്കാനുള്ള, അവർ ചിന്തിക്കുന്ന പോലെ കോമൺ സെൻസ് പോലും ഹൈക്കമാൻഡിന് ഇല്ലാതെ പോയോ? മുസ്ലിം ലീഗ് എത്ര പക്വതയോട് കൂടിയിട്ടാണ് ഈ കാര്യത്തിൽ തീരുമാനമെടുത്തത്? എത്ര പക്വതയോട് കൂടിയിട്ടാണ് ജോസഫ് ഗ്രൂപ്പ് തീരുമാനം പറഞ്ഞത്? അദ്ദേഹം പറയുന്നത് കേട്ടില്ലേ, ഒരു പാർലമെന്റ് ഇലക്ഷൻ ഇനി വരാൻ പാടില്ല, ഒരു നിയമസഭാ ഇലക്ഷൻ വരാൻ പാടില്ല, നമ്മൾ തന്നെ അടിച്ചേൽപ്പിക്കുകയാണ്. നേരത്തെ MP മാർക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ അതേ ആള് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവിടെ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. മുസ്ലിം ലീഗ് പറയുന്നത് എന്താ? ജനഹിതം എന്താണോ അത് നടപ്പിലാക്കണം. ജനഹിതം എന്താണ്? UDFന്റെ നേതൃസ്ഥാനത്തുള്ള UDFനെ നയിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ വരണം എന്ന് അടിവരയിട്ട് പറയുന്നതിനുള്ള കാരണം എന്താണ്? UDFനെ കഴിഞ്ഞ 5 വർഷം നയിച്ച് ജയത്തിലെത്തിച്ച് മുന്നണിയെ ഒറ്റക്കെട്ടായി നിലനിർത്തിയത് കൊണ്ടാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ശക്തമായി പിന്തുണയുള്ള UDFന്റെ നട്ടലായ പാർട്ടി പക്വതയോട് കൂടിയിട്ട് പറയുന്നത്. അവർ പറയുന്നത് കേൾക്കാതെ, അതേപോലെ ജോസഫ് ഗ്രൂപ്പ് പറയുന്നത് കേൾക്കാതെ വേണുഗോപാലിനെ കൊണ്ടുവന്നാൽ ഉണ്ടാകാൻ പോകുന്നത് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നശിച്ചു, അതേപോലെ ഇവിടെയും നശിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും. അതായത് ഇന്ത്യ എന്തായാലും ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല എന്ന് KC വേണുഗോപാൽ തിരിച്ചറിഞ്ഞ് ഹൈക്കമാൻഡിനെ കൊണ്ട് കാലും കൈയും പിടിപ്പിച്ച് ഇവിടെ KC വേണുഗോപാൽ വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ത്യയിൽ ഇനി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ചിന്ത, ഇങ്ങനെ ഒരു വിശ്വാസക്കുറവ്, ഇങ്ങനെ ഒരു നാശം ഉണ്ടാക്കുന്ന ഒരു നേതാവിനെ നമ്മളെ കേരളത്തിലേക്ക് കൊണ്ടുവരണോ എന്നുള്ളതാണ് പ്രധാനം. അല്ല സാർ, ഇപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കാണുമ്പോൾ വളരെ ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇപ്പോൾ കോൺഗ്രസ് വിമുക്ത ഭാരതത്തിന് വേണ്ടി BJP പണിയെടുക്കുമ്പോൾ ആ BJPയുടെ അച്ചാരം മേടിച്ചിട്ടാണോ ഇപ്പോൾ വേണുഗോപാൽ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, ഈ വേണുഗോപാൽ ഉപദേശിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയൊക്കെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുന്നത് എന്നാണെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ കൂടുതൽ രാഷ്ട്രീയ പക്വതയോടുകൂടി ഈ വിഷയത്തെ സമീപിച്ചില്ല എന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ് പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നത് പോലെ കേരളത്തിലും വൈകാതെ സംഭവിക്കും. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ അവസാനത്തെ മന്ത്രിസഭയായിരിക്കും കേരളത്തിൽ ഉണ്ടാവാൻ പോണത് എന്നുള്ളതായിരിക്കും ഇതിലൂടെ സംഭവിക്കാൻ പോവുക. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ജനം ഉറ്റുനോക്കുന്നത്. അല്ല, നേരത്തെ ഇതേപോലെ മന്ത്രിസഭകൾ വന്നിട്ട് ഇടയ്ക്ക് മുറിഞ്ഞ് കഷ്ണം മുറിഞ്ഞ് അട്ടിമറിഞ്ഞിട്ടുണ്ടല്ലോ. ഓരോ ആൾക്കാരും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, മുസ്ലിം ലീഗ് വേറെ ഭാഗത്തേ പോയി. അതുപോലെ ഛിന്ന ഭിന്നാകാൻ വലിയ അധിക സമയമൊന്നും വേണ്ട. കോൺഗ്രസിലെ ഒരു 10-25 MLA മാർ കുറച്ചു കഴിയുമ്പോൾ കാല് മാറില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മുസ്ലിം ലീഗും കൂടി മാറിക്കഴിഞ്ഞ്, അതേപോലെ ജോസഫ് ഗ്രൂപ്പും കൂടി മാറിക്കഴിഞ്ഞാൽ ഭരണം മാറിയില്ലേ? അത് പലതും സംഭവിക്കും. കാരണം 102 സീറ്റ് വലിയ കാര്യമൊന്നുമല്ല.
അങ്ങനെയുള്ള സാധ്യതകൾ ഇല്ലാതിരിക്കട്ടെ. കേരളത്തിൽ സുശക്തമായൊരു ഭരണം വരട്ടെ. 10 വർഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭരണവിരുദ്ധ വികാരത്തിനെതിരെയാണ് ജനങ്ങൾ വോട്ട് ചെയ്തത് എന്നുള്ള ഒരു ധ്വനി പരക്കുന്ന സന്ദർഭത്തിൽ ഇനിയും കേരളത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. രാഷ്ട്രീയമായി മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കേരളത്തിൽ ജനങ്ങൾക്ക് കെട്ടിയേൽപ്പിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം.